സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് കലാശക്കൊട്ട്. അവസാന ഘട്ടത്തിൽ ഹൈ വോൾട്ടേജ് പ്രചാരണത്തിൻ്റെ ആവേശത്തിലാണ് എല്ലാ മുന്നണികളും. ഇന്ന് രാവിലെ 7 മണി മുതൽ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം 6 മണിക്കായിരിക്കും കൊട്ടിക്കലാശത്തിൻ്റെ സമാപനം. വെള്ളിയാഴ്ചയാണ് കേരളം ബൂത്തിലേക്ക് എത്തുക. 20 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24 സജ്ജമായിരിക്കുന്നു. നമ്മുടെ സ്റ്റാർ പ്രസൻറ്റേഷൻ, സ്റ്റാർ റിപ്പോർട്ടേഴ്സ് 20 മണ്ഡലങ്ങളിലും അവർ അണിനിരന്നിരിക്കുന്നു. സമഗ്ര കവറേജിലേക്ക് 24ൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വൻ സ്വാഗതം. സംസ്ഥാനത്ത് അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. നിങ്ങൾക്കറിയാം, അക്ഷരാർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്, മുരളീധരൻ്റെ മണ്ഡലമാറ്റം, തൃശ്ശൂർ പൂര വിവാദം എന്നിവയൊക്കെ തന്നെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. KR ഗോപികൃഷ്ണൻ, VS സുനിൽ എന്നിവർ നമുക്കൊപ്പം, KR ഗോപികൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. അതേപോലെ LDFിൽ നിന്ന് VS സുനിൽകുമാർ, UDFിൽ നിന്ന് K മുരളീധരൻ, NDAയിൽ നിന്ന് സുരേഷ് ഗോപി. ഈ 3 പേരാണ് സ്ഥാനാർത്ഥികൾ ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ. നമുക്ക് ഗോപികൃഷ്ണനൊപ്പം ചേരാം. ഗോപികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മണ്ഡലമായി തൃശ്ശൂർ മാറിയിരിക്കുന്നു. 3 സ്റ്റാർ പൊളിറ്റീഷ്യൻസിൻ്റെ മത്സരമാണ് അവിടെ നടക്കുന്നത്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് SKN. തൃശ്ശൂരിലെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നടയിലാണ്. നമുക്കറിയാം, ഇവിടെയാണ് പൂരം കൊടിയിറങ്ങിയത്. ഇവിടെ നിന്ന് ഏതാണ്ട് 100 മീറ്റർ അകലെ 3 പോയിന്റുകളായി തിരിച്ചാണ് കേരളത്തിൽ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ വാശിയേറിയ പോരാട്ടം നടക്കുന്ന, തീ പാറുന്ന ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരിലെ 3 മുന്നണികളുടെയും കലാശപ്പോരിനായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്, അതോടൊപ്പം തന്നെ K മുരളീധരൻ്റെ മണ്ഡലമാറ്റം, അതോടൊപ്പം തൃശ്ശൂർ പൂര വിവാദം, ഇങ്ങനെ തുടങ്ങി പല ദേശീയ വിഷയങ്ങളും സംസ്ഥാന വിഷയങ്ങളും പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും ഒക്കെ പ്രചാരണ രംഗത്ത് സജീവമാവുകയും ചെയ്തതോടുകൂടി ദേശീയ ശ്രദ്ധ പതിഞ്ഞ ഒരു മണ്ഡലമായി തൃശ്ശൂർ മണ്ഡലം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, ഈ കലാശപ്പോരിലേക്ക് കടക്കുമ്പോൾ ഏതാണ്ട് 1.5 മാസം നീണ്ടുനിന്ന വളരെ സജീവമായ വീറും വാശിയും നിറഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ കലാശപ്പോരിലേക്ക് കടക്കുമ്പോൾ ഈ 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ ഇന്ന് ശ്രമിക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഒക്കെ പരമാവധി വോട്ടുകൾ അവർക്ക് അനുകൂലമാക്കി മാറ്റി തീർക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ഭാഗമായി അവർ ഒരു ഓട്ടപ്രദക്ഷിണത്തിലാണ്. മണ്ഡലത്തിൽ എല്ലായിടങ്ങളിലും ഓടിയെത്തി അവസാനവട്ട വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് മുന്നണികൾ. നമുക്കറിയാം, തൃശ്ശൂരിൻ്റെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് 3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇവിടുത്തെ സ്റ്റാർ കാൻഡിഡേറ്റ്സ് ആണ് തൃശ്ശൂരിൽ നിൽക്കുന്നത്. VS സുനിൽകുമാറിനെ സംബന്ധിച്ച് തൃശ്ശൂർക്കാർക്ക് ഏറ്റവും സുപരിചിതനായ സ്ഥാനാർത്ഥിയാണ്. ഒരു തെരഞ്ഞെടുപ്പിലും തോൽവി അറിഞ്ഞിട്ടില്ലാത്ത ആളാണ് അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. കാരണം തൃശ്ശൂരിലെ 7 നിയോജക മണ്ഡലങ്ങളിലും LDFിൻ്റെ കയ്യിലാണ്. മാത്രമല്ല, സുനിൽകുമാറിന് തൃശ്ശൂർക്കാരുമായുള്ള വ്യക്തിപരമായ അടുപ്പം, മാനസികമായ അടുപ്പം, ഇതൊക്കെ തനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും. അത് വിജയപ്രതീക്ഷ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉയർത്തി കാണിക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി K മുരളീധരനെ കുറിച്ച് പറയുമ്പോൾ, K കരുണാകരൻ്റെ പൈതൃകം പേറുന്ന, കോൺഗ്രസിൽ അടിയുറച്ചു നിന്ന, മതേതര ഇന്ത്യക്ക് വേണ്ടി രൂപീകരിക്കുന്ന ഇന്ത്യ കൂട്ടായ്മയിൽ ശക്തമായ അതിനോട് രാഷ്ട്രീയ പ്രതിബദ്ധത പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ K മുരളീധരന് തൃശ്ശൂരുമായിട്ടുള്ള ആത്മബന്ധം, തൃശ്ശൂർക്കാർക്ക് അദ്ദേഹത്തെ അറിയാം കരുണാകരനിലൂടെ. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ, ഘടകങ്ങൾ, ഇതൊക്കെ തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും എന്ന പ്രതീക്ഷ K മുരളീധരനെ സംബന്ധിച്ചുണ്ട്. സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞാൽ, സുരേഷ് ഗോപി ഇത് 3ാം വട്ടമാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത്. ഒരു തവണ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു, അവിടെ അദ്ദേഹത്തിന് പരാജയപ്പെടേണ്ടി വന്നു. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സര രംഗത്തുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, വളരെ വൈകിയാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അന്ന് പ്രഖ്യാപിക്കപ്പെട്ടത്. അതിനുശേഷവും സുരേഷ് ഗോപിക്ക് മികച്ച പ്രകടനം കഴിഞ്ഞ തവണ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടായ വർഷങ്ങളിൽ സുരേഷ് ഗോപി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ തൃശ്ശൂർക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രി എന്നത് മോദി ഗ്യാരണ്ടിയാണ്. ഈ വിശേഷണങ്ങൾ നൽകിക്കൊണ്ടാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും 3 മുന്നണികളെ സംബന്ധിച്ചും 3 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ഒരേപോലെ തുല്യമായ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. SKN, ഞാൻ ഇന്നലെ ഈ 3 സ്ഥാനാർത്ഥികളെ കണ്ട് സംസാരിച്ചിരുന്നു. അവരെല്ലാവരും പറയുന്നത് അവരുടെ വിജയപ്രതീക്ഷ വളരെ വളരെ മുന്നിലാണെന്നുള്ളതാണ്. സ്ഥാനാർത്ഥികളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ ചായക്കടകളിൽ പോകുമ്പോൾ അവിടെയുള്ള ആളുകൾ, സാധാരണ നമ്മൾ വഴിയിൽ കാണുമ്പോൾ കണ്ട് സംസാരിക്കുന്ന ആളുകൾ, അവരെല്ലാവരും തന്നെ, ഇതൊരു അതിശയോക്തിയല്ല, അവരെല്ലാവരും തന്നെ പറയുന്നത് തൃശ്ശൂരിൽ ഇത്തവണ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം 3 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും അവർക്ക് ഗുണങ്ങളായി പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയമായ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും തൃശ്ശൂരിലെ വോട്ടർമാരെ
വോട്ടുകളെ ഈ ഘട്ടത്തിൽ സ്വാധീനിക്കുക എന്നത് ഇപ്പോഴും അപ്രവചനീയമായി നിൽക്കുന്നു എന്നതാണ് തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ച് സവിശേഷമായുള്ളത്. ഇനി താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കലാശപ്പോരിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ തവണയൊക്കെ കലാശപ്പന നിശ്ചയിക്കപ്പെട്ടെന്ന് ഒരൊറ്റ പോയിന്റ് ആയിരുന്നു. അവിടെ 3 മുന്നണികളും സ്ഥാനാർത്ഥികളും അണികളും ഒക്കെ ആവേശം വിതറിക്കൊണ്ട് ഒരിടത്തേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇത്തവണ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് 3 പോയിന്റുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാ തെക്കേ ഗോപുര നടയിൽ നിന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ അവിടെ തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസ് കാണാം. ഏതാണ്ട് 100 മീറ്റർ അകലെയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസ്. ആ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലാണ് UDFന്റെ കലാശപ്പോര് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. 3 ഇടങ്ങൾ ഇവിടെ 3 പോയിന്റുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ പോയിന്റുകൾ നിശ്ചയിച്ച് നൽകിയത് അവർ നറുക്കെടുപ്പിലൂടെയാണ്. UDFന് കിട്ടിയിരിക്കുന്നത് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലാണ്. ഏതാണ്ട് ഇവിടെയാണ് ഈ എൻ്റെ വലതുഭാഗത്ത് കാണുന്നത് ജോസ് തിയേറ്ററാണ്. ആ ജോസ് തിയേറ്ററിന് മുന്നിലാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിൻ്റെ പ്രചാരണം അവസാനിക്കാൻ പോകുന്നത്. അതും ഇവിടുന്ന് ഏതാണ്ട് 100 മീറ്റർ അകലെയാണ്. ഇടതുഭാഗത്ത് കാണുന്നത് രാധാ തിയേറ്ററാണ്. ഇവിടുന്ന് 100 മീറ്റർ അകലെ രാധാ തിയേറ്ററിന് മുന്നിലാണ് NDA സ്ഥാനാർത്ഥിയുടെ കലാശപ്പോര്. ഏതായാലും വളരെ വളരെ ശക്തമായ വീറും വാശിയും നിറഞ്ഞ തീ പോറുന്ന ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ കലാശപ്പോരിലേക്ക് അത് കടക്കുമ്പോൾ ഇത് എന്തായി തീരും, ആരാണ് വിജയിക്കാൻ പോകുന്നതെന്ന്, അവസാന വോട്ട് എണ്ണിക്കഴിയും വരെ ആരായിരിക്കും തൃശ്ശൂരിൽ ജയിച്ചു കയറുക എന്ന് പറയാൻ പറ്റാത്ത അത്രയും അപ്രവചനീയത നിലനിൽക്കുന്നു. ഗോപികൃഷ്ണനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു, ഗോപികൃഷ്ണൻ.